കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്ന ക്ലബ്ബ് കണ്ട ഏറ്റവും വലിയ ത്യാഗി ആരാണെന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി കൂടി അഡ്രിയാൻ നിക്കോളാസ് ലൂണ അലിച്ചിമാർ എന്ന ഉറുഗ്വേൻ താരത്തിന്റെ മേൽ നമ്മൾ കെട്ടിവെക്കണം. കാരണം അയാൾ ഈ ക്ലബിന് വേണ്ടി മരിച്ചു കളിക്കുന്നത് നിങ്ങൾ ഒരുപാട് തവണ കണ്ടതാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളിൽ നിന്ന് ഭ്രമിപ്പിക്കുന്ന പണക്കിഴികളുമായി വമ്പൻ ക്ലബ്ബുകൾ അദ്ദേഹത്തിന് മേലെ വലിയ ഓഫറുമായി വന്നിട്ട് പോലും അദ്ദേഹം ഈ ഒരു ക്ലബിനോടൊപ്പം ഉറച്ചു നിൽക്കാനാണ് ആഗ്രഹിച്ചത്. വളരെ വലിയ സാമ്പത്തിക പരിതസ്ഥിതിയിൽ കൂടി കടന്നു പോകുമ്പോൾ ക്ലബിന് വേണ്ടി സ്വന്തം കരിയർ സാക്രിഫൈസ് ചെയ്യാൻ പോലും മടി കാണിക്കാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് പറയേണ്ടി വരും. ഇന്തോനേഷ്യൻ ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൊടൂരമായിട്ടുള്ള ഒരു ലീഗ് തന്നെയാണ്. ഹോം ഗ്രൗണ്ടിൽ തോറ്റാൽ താരങ്ങളെ ആരാധകർ കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്രിമിനൽ ലീഗ് എന്ന് വിളിക്കാൻ കഴിയുന്ന ഇന്തോനേഷ്യൻ ലീഗിലേക്ക് അദ്ദേഹം പോയത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന്റെ ലാഭത്തിന് വേണ്ടിയാണ്. അദ്ദേഹം ആദ്യ 11 ഇറങ്ങിയ ആദ്യ മത്സരത്തിൽ ക്ലബിന് വേണ്ടി ഗോൾ നേടി അവരുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ മത്സരം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടായിരുന്നു. ആ കളിയിൽ ലൂണയ്ക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഏതായാലും ലൂണ പുതിയ ക്ലബ്ബിൽ ഗോൾ നേടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ ആയിട്ടുള്ള അഭിക് ചാറ്റർജി പറഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന്റെ സാമ്പത്തിക സ്ഥിതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് അദ്ദേഹം ഇന്തോനേഷ്യയിലേക്ക് പോയത് എന്ന് അഭിക് ചാറ്റർജി പറയുമ്പോൾ ലൂണയെ ലോണിൽ വിട്ട വകയിൽ ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു ലോൺ ഫീ കിട്ടിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്തോനേഷ്യൻ ലീഗിൽ അദ്ദേഹത്തിന് കിട്ടുന്ന മാച്ച് ഫീയും കാര്യങ്ങളും ഒക്കെ കുറവാണ് എങ്കിൽ പോലും ലോൺ ഫീ എമൗണ്ടിൽ ബ്ലാസ്റ്റേഴ്സിന് ലാഭമുണ്ട് എന്നുള്ള കാര്യം അഭിക് ചാറ്റർജിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമായി. ക്ലബിന്റെ ലാഭത്തിന് വേണ്ടി എന്നും ത്യജിക്കുന്ന ഒരു യഥാർത്ഥ ത്യാഗിയാണ് അഡ്രിയാൻ ലൂണ എന്ന് അഭിക് തന്നെ പറയുന്നുണ്ട്.